റെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ സിയ പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ സബിയ മോൾക്ക് 1 വയസ്സ് തികഞ്ഞു. അങ്ങനെ 2ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ ആളുള്ളത്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷന് സബിയ കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്യാണ് ഈ വീഡിയോയിൽ. ബിയക്കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. ഒത്തിരി ഗിഫ്റ്റ് ഉണ്ട്. നമ്മൾ ബിയക്കുട്ടിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈവ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഗ്രാൻഡ് ആയിട്ട് തന്നെ കഴിഞ്ഞു അല്ലേ അമ്മ? എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? അടിപൊളിയായിരുന്നില്ലേ? അപ്പോൾ ബിയക്കുട്ടിക്ക് ഇപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് വാരി വലിച്ചിടേണ്ടി വരും. അതിനാണ് ആൾ ഇവിടെ ഭയങ്കരമായിട്ട് വീഡിയോ എടുപ്പ് നടക്കുമെന്നറിയില്ല. നമ്മൾ പൊളിക്കും മുന്നേ അവൾ ആളെല്ലാം പൊളിച്ച് കഴിയും കണ്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇവൾക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ എത്രയും നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ നമുക്ക് ബിയക്കുട്ടിക്ക് ഇങ്ങനെ കുറേ ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ഒത്തിരി ഗോൾഡും എന്താ പറയുക ക്യാഷായിട്ടൊക്കെ ഒത്തിരി പേര് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ എന്തൊക്കെയാണോ ബിയക്കുട്ടിക്ക് കിട്ടിയത് അതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അൺബോക്സ് ചെയ്യുമ്പം. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം അല്ലേ? റെഡി? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ബിയക്കുട്ടിക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് എടുക്കുക. ബിയക്കുട്ടി ഇതല്ലേ ആദ്യം എടുത്തത്? നേരെ തുറന്നു നോക്കുതാ. ഇതെന്താണ്? ബിയക്കുട്ടിക്ക് ഒരു ഉടുപ്പാണ്. വാവ്, നല്ലത്, നല്ല കളർ. നിക്കറുണ്ട്, കുഞ്ഞു നിക്കറുണ്ട്. ഓക്കെ, അടുത്തത് വിളിക്കും. നമുക്ക് ഒത്തിരി ഉള്ളതുകൊണ്ട് സ്പീഡ് ഒറ്റ വീഡിയോയില് അടുത്തത് പൊളിച്ചു നോക്കാം. സേതൊരു സൈഡിൽ നിന്ന് പൊളിച്ചോ, ഒരുമിച്ച് പൊളിക്കാം, അതായിരിക്കും നല്ലതാ. അടുത്തത് അമ്മയും പൊളിച്ചോളൂ. ഇതാണ് ഞാൻ വിളിച്ചാൽ ഒരു ഉടുപ്പ്. ബിയക്കുട്ടിക്ക് ഒരു ഉടുപ്പ് കിട്ടിയോ? ഇതുകൊണ്ട് ചുന്ദരി മോൾക്ക് ഉടുപ്പ് കിട്ടിയോ? ക്ലാപ്പായി ബിയക്കുട്ടി ക്ലാപ്പായി. ആ, ഗുഡ് ഗേൾ. ആ, ഒരു ഉടുപ്പായിരുന്നു റെഡ് കളർ. വാവ്. ആ, ഇത് വലുത്. ബിയക്കുട്ടിക്ക് വലിയ കുട്ടിയായിട്ട് ഇടാൻ പറ്റും. 2 വയസ്സല്ല അതിലുള്ളതാ. ഇത് വേറെ ഒന്നുണ്ട്. ഇതാരാ തന്നതെന്ന് നമുക്ക് ഓർമ്മയില്ല. വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. വേറൊരു ഉടുപ്പും കൂടെ ഉണ്ട് ബിയക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നു. അയ്യോ, നിക്കറും ഉണ്ട്. ബിയക്കുട്ടിൻ്റെതാണോ ഉടുപ്പ്? ഏയ്, ചുന്ദരി മോളുടേതാണോ? അപ്പോൾ അതുകൊണ്ട് അടുത്തത് പൊളിച്ചു നോക്കാം നമുക്ക്. നമ്മൾ വീഡിയോ ലെങ്ത് ആവേണ്ട വെച്ചിട്ടാണ് 3 പേരും സ്പീഡായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വാവ്, ഇത് നല്ലത്. നമുക്ക് ബിയക്കുട്ടിന്റെ അതിലേക്ക് ഒരു നിക്കർ വന്നിട്ട് ഉള്ളത്. അപ്പോ ഇതാ ഭീമ. അപ്പോ ഇതാ അമ്മ വേറെ പൊളിക്കും. എന്തായാലും നമുക്ക് ഈ സൈഡ് പൊളിച്ച് ബിയക്കുട്ടി അതുകൊണ്ട് കളിക്കട്ടെ അവിടെ. ബിയക്കുട്ടിന്റെ ഉടുപ്പ് നോക്ക്. ശിങ്കടിയേ, ബിയക്കുട്ടിന്റെ ഉടുപ്പാണോ? ഇതാ, ഇത് നോക്കി. വാവ്, സൂപ്പർ, നല്ല കളറ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിയക്കുട്ടി കിട്ടാൻ അടിപൊളിയായിരിക്കും അല്ലേ ബിയക്കുട്ടിനെ? വാവ്, ഇതുപോലത്തെ വേറൊരു ഫ്രോക്ക് അല്ലേ? നന്നായിട്ടുണ്ട്. ഒരു 2 വയസ്സ് 3 വയസ്സിലെ കേട്ടോ, നല്ല ഫ്രോക്ക് കണ്ടോ. മറ്റേ അവളുടെ ആ ചെരുപ്പിന് അത് സെയിം ചെരുപ്പല്ലേ? ഇതാണ് വേറെ ബോക്സിലുള്ള ഗിഫ്റ്റ്. വാവ്, ഇത് അമ്മയ്ക്ക് അതുപോലെ വേറൊരു ഫ്രോക്ക് കിട്ടി. അതിന്റെ ഒരു നിക്കർ അതിൽ തന്നെ മടക്കി വെച്ചോളി, എന്നിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചോളി. ക്ലാപ്പായി ബിയക്കുട്ടി ക്ലാപ്പായി. ബിയക്കുട്ടി ഗിഫ്റ്റ് കിട്ടിയോ? ഒരുമന്ത ബിയക്കുട്ടി ഇവിടെ ഇരിയമ്മ. ചുങ്കുടി മോൾ അവിടെ ഇരുന്നോട്ടാ. ബിയക്കുട്ടിനെ അവിടെ ഇരുത്തിയിട്ട് നമുക്ക് ഗിഫ്റ്റുകൾ ഓരോന്നായിട്ട് പൊളിച്ചു നോക്കാം. ഇതെന്താണ്? ബിയക്കുട്ടിന്റെ ഉടുപ്പാണോ? ബിയക്കുട്ടിന്റെ ഗിഫ്റ്റാണ്. നല്ല കളർ, എൻ്റെ ഇഷ്ടപ്പെട്ട കളർ.
അതേപോലെ ഒരു പിങ്ക് ഉണ്ട്. വാ ഇത് അടിപൊളി കേട്ടോ, സൂപ്പർ. വലിയ കുട്ടിയായിട്ട് ഇടാൻ പറ്റുന്നത്. അതന്നെ അതിന് ഇത് സെബിയ പൊന്നൂന് വലിയ അത് ഡോക്ടറിൻ്റെതാ അല്ല ഫാമിലി. ഇപ്പൊ പൊട്ടിക്കണം, ലാസ്റ്റ് പൊട്ടിക്കണം. ബാക്കിയുള്ള കുട്ടികൾ ബാക്കി വേണ്ട. അടുത്തൊരു ഉടുപ്പ്. വാ വെരി നൈസ്. ഇത് നോക്ക്, ഇത് നോക്കമ്മ, നല്ലത്. ഇതൊക്കെ ഇടാൻ എന്റെ പൊന്ന്. അപ്പോ എന്റെ പൊന്ന് അടിപൊളി ഷൂ. സംഭവം നൈക്കാണ് കേട്ടോ സാധനം. ഓ ലൈറ്റൊക്കെ തത്തു എനിക്ക് വയ്യ. വളരെ വളരെ ചവിട്ടണം തോന്നുന്നു, ചവിട്ടുമ്പോഴായിരിക്കും. വാ വീണ്ടും പോവാ ടെഡി ബിയർ. വീണ്ടും ബിയ കുട്ടിക്ക് ടെഡി ബിയർ. ഇത് വന്നിട്ട് ബെസ്റ്റ് വിഷസ് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ 2 ടെഡിയായി. ഇത് സിഎന്റെ സ്റ്റുഡന്റ് ആണ് കേട്ടോ, മാധുമോൾ. 2 ടെഡിയായി. രണ്ടും കളർ ഒരുപോലെ. ആ ബ്ലൂ 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 ഒരു ബ്ലൂമായ. അപ്പൊ അടുത്തത് നമുക്ക് പൊടിച്ചു നോക്കാം. ഇത് മാധു തന്നതാണ് കേട്ടോ ഞാൻ പൊളിക്കുന്നത്. ഇതിലൊരു ഉടുപ്പതാ. മാധു എന്താ ഇടിയപ്പ് തെറ്റിരുന്ന അടുത്ത് പരാതി പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ബിയമോൾ. കാവ്യ ചേച്ചി. ഇതുകൊണ്ട് കാവ്യ. ആ കാവ്യൻ്റെത്. വാ ഇതിൽ ഇതുകൊണ്ട് ഒരു കാവ്യ സ്കൂളിലെ നമ്മളത്. വാ ഒരു ഗോൾഡും ഉണ്ട് ഇതിനകത്ത്. ഉണ്ടോ നോക്കട്ടെ. പാദസരം. വാവ് വെള്ളീന്റെ പാദസരം. ഇത് കണ്ടോ? ഇതെന്താണ്? വലുതാൻ പെട്ടു കൊടുക്കണം, എന്നാൽ തന്നെ എവിടെയും നിന്നാ കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ ഉണ്ടെന്ന് എന്നുവെച്ചാൽ നമ്മളെ തൊട്ടടുത്ത് ആന്റി എപ്പോഴും അവളുടെ പോലീസിൽ ശബ്ദം കേട്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ യാത്രകളൊക്കെ ചെയ്യുമ്പോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കെട്ടി കൊടുത്തു. അപ്പൊ തന്നെ ആളെ കണ്ട്. സുന്ദരിക്ക് ഫ്ലാസ്ക് ഉണ്ട്. ഒരു ഉടുപ്പ് നോക്കാമ്മ. നമ്മള് തിരിക്കും പോലല്ലേ നമ്മുടെ ഫ്ലാസ്ക് ഉണ്ട്, അതുകൊണ്ട് ചെറുത്. അയ്യോ അയ്യോ വീണു പോവരുതേ അവിടുന്ന്. വീണ്ടും തോണ്ടേ ബിയ കുട്ടിക്ക് ഫുഡ് കഴിക്കാൻ ഒരു പാത്രമുണ്ട്. അതുപോലെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സെബിയക്ക് സ്കൂളിൽ കൊണ്ടുപോവാം. അയ്യോ ഇതൊക്കെ മറ്റേ മാത്തുവിന്റെ അവരുടേതാ. മാത്തുവിന്റെ പിന്നെ സെബിയക്ക് ഒരു 2 വയസ്സൊക്കെ ആകുമ്പോ ചായ കുടിക്കുന്ന കപ്പ്. വളരുമ്പോ ഇഷ്ടായോ? അവിടെ തന്നെ അടപ്പുള്ള കപ്പാണ് ചായ. ആഹാ ഇത് അടിപൊളി ഒരു ഗിഫ്റ്റ്. 1 2 3 4 ആമയാണല്ലോ. ഇതാണോ? ഇതില് വേറെ ആമ കുട്ടികളും കേട്ടോ. ആമയ്ക്ക് 2 മക്കളും ഉണ്ട്. ഗിഫ്റ്റ് നമുക്ക് തൽക്കാലം ഇപ്പം ഇതിനകത്ത് തന്നെ വെക്കാം. കാരണം വീഡിയോ ചെയ്യുന്നോണ്ട് അത് കഴിഞ്ഞിട്ട് ബിയ കുട്ടിക്ക് കൊടുക്കുന്നതായിരിക്കും നന്നാവാ. ഇത് സെബിയക്ക് ഒരു താങ്ക് യു. ആരായാലും തന്നത്. ഇതെന്താ നോക്കാം. ഈ ടീഷർട്ട് ഇട്ടിട്ടാണ്, ഈ കോട്ട് ഇടാനാണ് ഇത്. ഇത് ഓവർകോട്ട് ആട്ടോ. ഇത് അതിന്റെ ഉള്ളിലുള്ളത്. ഇത് ആദ്യം ഉടുപ്പിട്ടിട്ട് ഇത് അതിന്റെ മുകളിൽ ഇടുന്നത്. ഇത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇടുന്നത്. അമ്മ മനസ്സിലായി? ഇങ്ങനെ ഇടുന്നത്. കൊള്ളാം. ഇതും കൊള്ളാം. നല്ല കളറും ഒരു പാന്റും ഒരു ടീഷർട്ടും. ആള് മറിഞ്ഞു വീഴാൻ നോക്കണേ. ചെല്ല പൊന്നുണ്ടോ?
ഇനി ഇതിലെന്താ നോക്കാം നമ്മള് ഇതിനകത്തൊരു പാക്കറ്റ് ഉണ്ട്. ഇതിന് വീണ്ടും ഉടുപ്പാ, ഇതിലും ഉടുപ്പ്. ഇതെന്താണ് കാണുന്നത്? ഇതാണ്ടേ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഉടുപ്പ്. ഇത് ബിയ്യം ഉള്ളതാണോ? ഇതില് വേറെ എന്തൊക്കെയുണ്ട്? ആ ഇത് ഇവരുടെ അല്ലേ? എവിടെ പോണം എവിടെ പോണം? ആ ഇതാ മറ്റേ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആൽബം കേട്ടോ. ഇത് അവളുടെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഞാൻ ഇതിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. അടിപൊളിയായിട്ടുണ്ട്. വാ നോക്ക്. ലാസ്റ്റ് എനിക്ക് നല്ല ഹാർട്ട് ടച്ചിങ് ആയി. കാരണം അവള് 3-ാം മാസത്തിൽ എന്റെ നെഞ്ചി കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് അവള് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. സോ താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റുഡിയോ എന്നാണ് കേട്ടോ അവരെ പേജ്. കാർഡിലുണ്ട് നമ്മളെ ലൈറ്റ് സെറ്റിംഗ്സ് ഒക്കെ ഉള്ള. ആ വേറെ വീണ്ടും ഒരു ആൽബം കൂടെ ഉണ്ട്. മറ്റേ അമ്മ എടുത്ത അഡ്രസ് ഇത്ര ദൂരമായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾ ഫ്രെയിം എല്ലാം കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ സെപ്പറേറ്റ് ഒക്കെ വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാം. എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതതിൻ്റെ ഫോട്ടോസാണ് തോന്നുന്നില്ലേ? നോക്കട്ടെ. വീണ്ടും എടുക്കാം. ആ ഇത് മറ്റേ ഫോട്ടോസുകള് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് തൂക്കുന്നില്ലേ? അതിന് ഈ ക്ലിപ്പ് ചെയ്ത് തൂക്കും. ആ എൻ്റെ പൊന്നിന് തന്നെയാണ് കേട്ടോ. ഇതാ AK സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് അവരുടേത്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി നോക്കണേ എല്ലാവരും. ആ ഇതിനകത്ത് മറ്റേ ലൈറ്റും അത് തൂക്കേണ്ട കയറും. ഫോട്ടോസ് തൂക്കേണ്ടത് നല്ല കളറ് എനിക്കിഷ്ടമായി. നല്ല ലൈറ്റ് കളർ ചെറിയ കിട്ടിയോ വിയപ്പനെ. ആ ഇത് കണ്ടോ? ഇത് ഇങ്ങനത്തെ ഒരു അവളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഉമ്മച്ചിയെ അതുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെ ഫോട്ടോസ് നമുക്ക് തരാം. എന്റെ പൊന്നിനെ തരാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തൽക്കാലം ഇട്ട് വെക്കാം. ഇതിലിട്ട് വെക്കാം. എന്താ വേണോ? എന്താ വേണ്ടേ? എന്റെ കുട്ടിക്ക് ഉണ്ട്. ഓ ഓ ഒപ്പോ ഒപ്പോ ഒപ്പോ. ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ കൂടെ ഉള്ള ടീഷർട്ട് ആണ് കേട്ടോ. അപ്പൊ ഇതങ്ങനെ ഇതിലിടാമ. രണ്ട് ഫോട്ടോ രണ്ടോ ഇത് പൊളി. ഇതെന്താ? ഫ്രം നൈനിക ആൻഡ് ദീപ്തിയ ബേപ്പുര. മാധുവിന്റെ കൂടെ ഉള്ള ഫ്രണ്ടിന്റെ എന്റെ സ്റ്റുഡന്റ് തന്നെയാണ്. അവരുടെ 2 ഡ്രസ്സാന്ന് തോന്നുന്നു. ആരാണ് ഇടാൻ പോണത്? എന്റെ അമ്മയാണ് ഇടാൻ പോണത്. ചന്തമാണ് ഇടാൻ പോണത്. ഓ മാമ. ഓ ഓ ഓ വാ ഇത് നോക്കമ്മ. അടിപൊളി. ഇത് നോക്കമ്മ. നല്ല ഫോക്കല്ലേ? ഓ സെറ്റ്. അടിപൊളി ഉടുപ്പുകളാണ് കേട്ടോ. അഭിയമൊക്കെ കിട്ടിയതല്ല. ഇത് നോക്കമ്മ. നല്ല കളറല്ലേ? ഓ ഇത് പിന്നെ പറ്റില്ല. ഇത് കുറച്ച് ഇത് രണ്ടുമാണ് നൈനികേന്റെ അമ്മ. നൈനികേന്റെ അമ്മ തന്നിരിക്കുന്നത്. എവിടെ പോണമ്മ? ചെല്ലി എവിടെ ഇരി. ബീപ്പിന്റെ അവിടെ ഇരി. ആ അവിടെ ഇരിട്ടാ. ഇനി ഇതെന്താ നോക്കാം. നമുക്കിതൊരു ഫ്രെയിം ആണെന്ന് തോന്നുന്നു. ഇതാരോ തന്നു ഇപ്പൊ കാണുന്നില്ല. ആ അവരല്ലേ ഇത്? ആ ഓ ഓ നമ്മുടെ അയ്യോ എന്ത് പറ്റി? ഇത് കണ്ടോ? എന്താ? വാവ് നല്ലൊരു ഫോട്ടോ. ഇത് നോക്കമ്മ. ഇത് നോക്കമ്മ. ഹാപ്പി ബർത്ത്ഡേ ദിവ്യ. ഇഷ്ടായോ? ഒരു ഉമ്മ കൂടെ ബാവയ്ക്ക്. ഒരു ഉമ്മ കൂടെ. ഉമ്മ കൂടെ. ഉമ്മ കൂടെ. ഉമ്മ കൂടെ. ബാവയ്ക്ക് ഉമ്മ കൂടെ. ഉമ്മ കൂടെ. അപ്പോ ഉമ്മ കൂടെ. ഉമ്മ കൂടെ. ഉമ്മ കൂടെ. ബാവയ്ക്ക് ഒരു ഉമ്മ കൂടെ. ബാവയ്ക്ക് ഉമ്മ കൂടെ. ഉമ്മ കൂടെ. മതി മതി മതി. ഇനി ഇവിടെ വെക്കാമേ. താങ്ക് യു സോ മച്ച്. ഇത് നമ്മളെ ഒരുക്കാൻ വന്നില്ല അമ്മ. അവരുടേതാ. ആ നല്ല നല്ലത് വലിയ വലുത് തന്നെ കിട്ടിയത്. ചെറുതൊന്നുമില്ല അങ്ങനെ അല്ലേ? ബുദ്ധിയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താണ് വയസ്സാ കൊണ്ടുവരും. ഇതൊക്കെ
ഇതൊക്കെ വർഷാന്റി കണ്ടെങ്കിൽ വർഷാന്റി കൊണ്ടുപോയി വർഷാന്റിക്ക് അവള് ഇന്നാൾ ഇട്ട ഉടുപ്പോലെ തന്നെ ഇരിക്കുന്നു. ഇത് വന്നിട്ട് വീണ്ടും യെല്ലോ ഗായ്സ്. ഇത് സെബിക്ക് ഒരു 2 വയസ്സ് 3 വയസ്സ് വരെ കിടക്കും. ഇതാരാ തന്നെ വിത്ത് ബെസ്റ്റ് വിഷസ് ഫ്രം പി അഭിജിത്ത് ഫോട്ടോഗ്രാഫർ മാധ്യമം. അഭിജിത്തേട്ട് മാമാ ഇപ്പൊ എടുക്കാട്ടോ, ഇപ്പൊ എടുക്കാമേ. വാവൻ ഗിഫ്റ്റ് നോക്കട്ടെ. വാവ്, നല്ല ഉടുപ്പ്. ഷറീന ഷിറാസ്, നമ്മളെ ഷോപ്പില് വർക്ക് ചെയ്യുന്ന ഏട്ടനും ഭാര്യയും മക്കളൊക്കെ. അടിപൊളി. അപ്പൊ എവിടെ പോണ് പിന്നെ? പാന്റ് ഉണ്ട്, ഇടുപ്പുണ്ട്. ബാർബിയാണ് പിള്ളേരുടെ ബാർബി. പിള്ളേരുടെ ബാർബി മേക്കപ്പ് ചെയ്ത് ഇതിലെന്താ നോക്കിയേ? ഇതെന്താ ഫാന്റാസ്റ്റിക്, അടിപൊളി. നല്ല വീണ്ടും ഒരു പിങ്ക് ഡോൾ. ഒരു മങ്ങോട്ട് അങ്ങനെ വീണ്ടും ഒരു ഡോൾ കേട്ടോ. ഇതും അടിപൊളി. ഇത് നോക്കിയേ, ഡോൾ. ഇനി അടുത്തത് പൊളിച്ചു നോക്കാം നമുക്ക്. ഇതെന്താ? ഹാപ്പി ബർത്ത്ഡേ ബിയ ബേബി എന്നായിരുന്നു. അവരെ പേര് എഴുതിയിട്ടില്ല. ഇതാ ഇൻഡക്ഷൻ കുക്കറിന്റെ ബോക്സിലൊക്കെ ഉള്ളത്. ഇഷ്ടം പോലെ ബൊമ്മ. ഇവിടെ ഇപ്പൊ ഒരു ഇപ്പൊ തന്നെ ഒരു ബൊമ്മനായിട്ട് അടി അവിടെ തീരുന്നില്ല, തീർന്നു. അപ്പൊ ഇനി അയ്യോ ഭയങ്കര കളിയാണ് ബൊമ്മയായിട്ട്. ഇത് കുറച്ച് വലിയ ബൊമ്മ. എന്റെ പൊന്നു, ഇതെന്താ ആനക്കുട്ടിയോ? ഇതാണോ? ഇതിന്റെ പുറത്ത് ഇരുത്താനില്ല. ഇല്ല, ഇതിങ്ങനെ ഇരിക്കണത്. അടിപൊളി, നല്ലത്. നല്ല ചെയ്യട്ടെ. അപ്പൊ ഇതായിരിക്കട്ടെ. ഇവിടത്തൊക്കെ കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഇനി ഇതും എന്താ? ഹസീന ഇസ്മായിൽ. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുള്ളത്. നമ്മുടെ ഫ്ലാറ്റിന്റെ അപ്പുറത്തുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഇതും ഒരു ബൊമ്മയാണെന്നാണ് തോന്നുന്നത്. യെസ്, അതേലോ. വീണ്ടും ഒരു വലിയ ടെഡി ബിയർ. ഇതെന്താണോ? അങ്ങനെ വീണ്ടും ഒരു വലിയ ടെഡി ബിയർ. അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഇതെന്താ നോക്ക്, നമുക്ക് ആമസോണിൽ വന്നാണ്. ഇതാരാ അയച്ചതെന്നൊന്നും അറിയില്ല. ഫ്രം അഡ്രസ് ഉണ്ടോ? ഇല്ല. കത്രിക എന്ത് ചെയ്യമ്മ? ഇത് നമുക്ക് ആരോ തന്നൊന്നും അറിയില്ല. എന്തോ ഇതങ്ങോട്ട് മാറ്റി. അതിലെന്താ എഴുതിയൊരു പേപ്പർ ഉണ്ടല്ലോ. ഇല്ല, അതൊന്നുമില്ല. സ്വാതി ആശിഷ്. ഓ, ആശിഷ് സാറും സ്വാതി മാമും അതിൽ രണ്ടിൽ ആരോ ഒരാൾ അയച്ചതാണ്. മറ്റേ ബോക്സിനകത്ത് ഒരു രണ്ടുപേര് നമ്മുടെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ചേർന്ന് അയച്ചിട്ടുള്ളതാണ്. 2 ഗിഫ്റ്റ് ഉണ്ട്. ഓരോ നോക്കണം, ശ്രദ്ധിക്കണേ. എന്തോ ഒരു സാധനം ഇതാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ ടെന്റില്ലേ, ഇവിടെ പിടിക്കാമ്മ. പിള്ളക്ക് വീടുവല്ലോ ഉണ്ടാക്കാം. അതിൻ്റെ അകത്ത് പിള്ളക്ക് കയറിയിരിക്കാം. ഇത് പിള്ളക്ക് വീടാണ്. ചെവിയുമൊക്കെ ആ വീടായിരുന്നു. യൂണിക്കോണിന്റെ ടെന്റ് ആണ്. ഈ ടെന്റ് സെറ്റ് ചെയ്യുന്നതും അവള് കളിക്കുന്നതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വേറെ സെപ്പറേറ്റ് ഉണ്ട്. ഇപ്പൊ തൽക്കാലം മറ്റേത് ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും കേട്ടോ. ഇപ്പൊ നമുക്ക് തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു ടെന്റ് ആണ് കേട്ടോ, ഇതുപോലത്തെ. ഇതിൽ കാണുന്ന പോലത്തെ. അടുത്തത് നമുക്ക് ഇത് പൊളിക്കാം, എന്നിട്ട് ഏറ്റവും വലുത് പൊളിക്കാം. ഇത് നമ്മളുടെ ഡോക്ടർ ദിൽന ഡോക്ടറിൻ്റെതാണ്. ഫാമിലി തന്നതാണ്.
ബിഷ്കും ബിഷ്കും ബിഷ്കും. എന്തമ്മാ ബിയപ്പനോ? കത്രക്ക് തട്ടി നോക്കും. വാവ്, ഇതിലെന്തോ ഗോൾഡ് ഉണ്ട് തോന്നുന്നു. ഡ്രസ് ഉണ്ട് ഡോക്ടർ അതിൻ്റെ അകത്ത് ഗോൾഡ് ഉണ്ട്. ഇതിനകത്തൊരു ഗോൾഡ് എന്തോ ഉണ്ട്. എന്താ നോക്കാം. ഒരു ബ്ലോക്കാണ്. വാവ്, ഇത് നോക്കമ്മ. തൂക്ക കമ്മല. ഇതാർക്കാണോ ഒരു കമ്മല് അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോ ആരമ്മ തന്നത്? ജാസ്മിൻ. ഫ്രണ്ട് ജാസ്മിന്റെ ഒരു കമ്മല് കൊടുത്തിട്ട് ഞങ്ങള് ബർത്ത്ഡേന്റെ അന്ന് ഈ ഒരു കമ്മല് മാറ്റാൻ വേണ്ടിട്ട് കുറെ ശ്രമിച്ചു. പക്ഷെ ആള് സമ്മതിക്കില്ല. അവളെ കാതിൽ തൊടുമ്പോ തന്നെ നോക്കണേ, കാതിൽ ഇത് കമ്മൽ അയക്കാന്ന് വരുമ്പോ അവൾ അത് കൈ തഴച്ച് തട്ടി തട്ടി മാറ്റും. അമ്മമ്മ എന്തമ്മ ഒത്തിരി നന്ദി. ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇപ്പൊ ദില്ല ഡോക്ടറിന്റെ ഒരു കമ്മലും ഉണ്ട്, ഡ്രസ്. അവര് തന്നെ ഫ്രോക്ക് ഇട്ടോ. അപ്പൊ ഇത് നമുക്ക് രണ്ടും ഇങ്ങോട്ടേക്ക് മാറ്റിക്കാം. ഓക്കെ, അത് രണ്ടുണ്ടോ? അത് മറ്റേത് വെള്ളീന്റെ പാർസൽ. ഈ വേസ്റ്റ് ഒക്കെ അങ്ങോട്ടേക്ക് ആക്കുക. ഇനി നമുക്ക് ആശിഷ് സാറിന്റെ ഒരു അപ്പോ വലിയ ബോക്സ് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് എന്താന്ന്, അതിനകത്ത് അവരൊരു ഇതെന്താ നോക്കട്ടെ. ഇതുകൊണ്ട് ഗിഫ്റ്റിന്റെ അവിടെ അത് വായിക്കും മേലെ. ഗിഫ്റ്റ് ഫ്രം സ്വാതി ആൻഡ് ആശിഷ് പറഞ്ഞിട്ടൊരു ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു. നമുക്കിത് പൊളിച്ചു നോക്കാം. സൈക്കിളാ എന്താ നോക്കാം. എൻ്റെ അമ്മയ്ക്ക് സൈക്കിൾ. എൻ്റെ ബിയപ്പൊന്നിന് സൈക്കിൾ ഉണ്ടോ? സൈക്കിളുണ്ട്, സെറ്റ് ചെയ്യണം. അയ്യോ, എന്തോ വലിയ സൈക്കിൾ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ദൈവം, അതിൻ്റെ അകത്ത് പടം ഉണ്ടല്ലോ സൈക്കിളിന് നമ്മൾ ഫിറ്റ് ചെയ്താൽ മതി. അയ്യോ, കാറാണെന്ന് തോന്നുന്നുണ്ട്. ദൈവം, എന്തോ ഒരു സാധനം. ഒരു സൈക്കിളിന്റെ സൈക്കിളാ ഇങ്ങനെ ചവിട്ടേനൊക്കെ. എന്തായാലും ഇതും സെറ്റ് ചെയ്യണ ഒരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ. അതായിരിക്കും നന്നാവാ. കാരണം ഇപ്പൊ ഇത് സെറ്റ് ചെയ്ത് ഇതും കൂടെ സെറ്റ് ചെയ്താലും ഒത്തിരി ലെങ്തി ആയിപ്പോ. ആ ബിഗുട്ടിന്റെ ആണോ? ബിഗുട്ടിന്റെ സൈക്കിൾ ഉണ്ടാ എന്റെ അടുത്തോട്ട്. അപ്പോ അവർക്ക് ഇത് മൈക്ക് കണ്ടിട്ട് ഇത് മാറ്റി വെച്ചു, അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചു. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ബിയമോൾക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇവിടെ നിന്നായിട്ട് അലങ്കോലമായിരിക്കണം. അപ്പം സംസാരിക്കും. ഹലോ പറ. ഹലോ പറ. ഇനി അപ്പം ഇതൊക്കെ എടുത്തിട്ട് ബിയമോൾക്ക് കിട്ടിയ ഗോൾഡുകളും എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയ നോക്കാം. എൻ്റെ മമ്മിയും സഹദിൻ്റെ മമ്മിയും സഹദിൻ്റെ കമ്മ്യൂണിറ്റി മദർ കൊടുത്തതാണ് ഈ ഒരു സാധനം. അവളുടെ കയ്യിൽ അന്ന് തന്നെ ഇട്ട് കൊടുത്തായിരുന്നു, പിന്നെ ഞങ്ങളത് ഊരിയിട്ടില്ല. പിന്നെ എൻ്റെ മമ്മി കൊടുത്തത് ഒരു വളയായിരുന്നു ഗോൾഡിൻ്റെ. പിന്നെ ഇതാരായിരുന്നു തന്നെ, ആരാ തന്നെ, ഞങ്ങൾ പാക്കറ്റ് ഇങ്ങനെ ഇതാക്കിയതുകൊണ്ട് അറിയില്ല കേട്ടോ. ഒരു ബ്രേസ്ലെറ്റ് ആണ്, വെള്ളി. നല്ലതുണ്ട് കാണാൻ, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു 2 റിംഗ് ഉണ്ട്. കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ള 2 റിംഗ് ഉണ്ട്. ഇതിലെന്താ മോതിര. ഇതില് അവരാരോ തന്നതാ, അവര് തന്നത് ഇതാന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ മാറ്റാൻ നോക്കിന്ന് പറഞ്ഞ കമ്മല്. ഇത് അമ്മേന്റെ ഫ്രണ്ട് കൊടുത്തിരുന്നത്, പക്ഷെ അവള് ഒരു കണക്ക് സമ്മതിക്കുന്നില്ല. ഇത് വേറൊരു കമ്മല്, നമ്മുടെ റിയ എൻ്റെ ഫ്രണ്ടാണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടായിരുന്നു, ഞങ്ങൾ ഭയങ്കര കൂട്ടായി. ആളുടെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ 2 കമ്മല്. പിന്നെ ഡ്രസ്സും ഉണ്ടായിരുന്നു. ഇതെന്താ, ഇതിലെന്തോ ഉണ്ട്. ഇതിലൊരു റിംഗ് ഉണ്ട്. ബീപ്പന്നെ ഭീമ എല്ലാവർക്കും ഇങ്ങനെ കിട്ടണം. ഇതിലൊരു റിംഗ് ആട്ടോ. ഇതാണ് മറ്റേ കണ്ണൂരിൽ നിന്ന് വന്ന കാഞ്ചി ചേച്ചിയാന്ന് തോന്നുന്നുണ്ട് തന്നൊരു മോതിരം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവർക്ക് കിട്ടിയ ഗോൾഡുകളായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഹോം സ്കൂളിലെ അമ്മമാരെല്ലാവരും കൂടെ കൂടിയിട്ടും ഉമ്മും അവരെല്ലാവരും ക്യാഷായിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. സോ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയണം, നന്ദി പറയാണ്. ഇത്രയും ഗിഫ്റ്റ് കിട്ടുമെന്ന് ഞാൻ ഈ വാവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഗ്രാൻഡായിട്ട് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ കഴിച്ചത്. അപ്പോൾ നമ്മളുടെ ഇനിയുള്ളതൊക്കെ നമ്മൾ ചെറുതായിട്ട് തന്നെ കഴിക്കുള്ളൂ. ഇതിന് ഞാൻ നല്ല ഇച്ചിരി പൈസ ഒക്കെ പോയാലും വേണ്ടിയില്ല, അവർക്ക് 1 വയസ്സാവല്ലേ. അപ്പം നമ്മളുടെ ഒരു ഓർമ്മ ദിവസമാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ഗ്രാൻഡായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്രാൻഡാക്കി കഴിച്ചായിരുന്നു.
അങ്ങനെ നമ്മൾ ബേക്കുട്ടിക്ക് 1 വയസ്സ് കഴിഞ്ഞു സുഹൃത്തുക്കളെ. ബേക്കുട്ടി വലിയ മോളായി. ഇതുകൊണ്ട് അവളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനായി. റെഡി 1 2 റെഡി 1 2 3 സ്റ്റാർട്ട്. ഇങ്ങനെ അവൾ നിൽക്കും, പിടിക്കാതെ നിൽക്കും, ഒറ്റയ്ക്ക് എണീറ്റ് ഇങ്ങനെ പിടിച്ച് എണീറ്റൊക്കെ നിൽക്കും ഒറ്റയ്ക്ക്. പക്ഷെ നടക്കാനായിട്ടില്ല. നന്നായിട്ട് നിന്ന് പഠിച്ചിട്ട് വേണം അവൾ നടക്കാനായിട്ട്. അപ്പം ബിയമോളും ഹാപ്പിയാണ്, ഞങ്ങളും ഒത്തിരി ഹാപ്പിയാണ്. അപ്പം ഇതുണ്ട് ഭയങ്കര കളിയാണ്. ഇപ്പൊ ഭയങ്കര കുസൃതിയും കാര്യങ്ങളൊക്കെ ആണ് ആൾക്ക്. അവളെ കാണിക്കുന്ന കളികളൊക്കെ കണ്ട് ഞങ്ങൾ ചിരിക്കലാണ് ഇവിടെ പരിപാടി. പുതപ്പൊക്കെ വലിച്ചിട്ട് അടി മുഖത്തൊക്കെ അടിയാണ് ഭയങ്കര. രാവിലെ ഭയങ്കര കുസൃതിയാണ് കേട്ടോ. അപ്പം നല്ല മോളാണ്, സുന്ദരി മോളാണ്. നമ്മളെ വീട്ടിൽ ചക്കടും മോളാണ് അല്ലേ. അപ്പോൾ ഭയങ്കര വാശിയുണ്ട് കേട്ടോ, ഭയങ്കര പിടിവാശി. ഒരു സാധനം പാപ്പാ അപ്പോ ഒരു സാധനം കിട്ടാൻ വേണ്ടി കരഞ്ഞ് വിളിച്ച് ഭയങ്കര അറിഞ്ഞു കയറും അല്ലേ. എങ്ങനെ ബീക്കുട്ടി എന്താ അവിടെ എന്തോ ചൂണ്ടി കാണിക്കണ്ടത്? എന്ത് പറ ഭീമന് പറ. എന്താണ് ഭീമാ? ഒരുമെന്താ ചെല്ല ഒരുമെന്താ? ഇല്ല, അപ്പുറത്ത് പിറകിൽ അവളുടെ ഫോട്ടോ കണ്ടു. ടാറ്റയൊക്കെ കൊടുക്കണ. അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഞങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ അപ്പൊ നമുക്ക് അന്ന് നമ്മുടെ നെയിമിംഗ് സെറമണിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തത് സിനിയ ചേച്ചിയാണ്, കുന്നംകുളത്തുള്ള അനുഷ്കി ബൊട്ടിക്കൂല്. അതേപോലെ മേക്ക് ഓവറിന് വന്നത് ഗിവിൻ ചേട്ടനാണ്. അതേപോലെ ഗഹാന ജ്വൽസിൻ്റെ ജ്വല്ലറി എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേ എന്തായാലും ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് കഴിച്ചു അല്ലേ അമ്മ? ഒത്തിരി സന്തോഷമായില്ല അമ്മയ്ക്ക്? എന്താ പറയാനുള്ളത്? സന്തോഷമായോ? അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളുടെ ഗിഫ്റ്റ് അൺബോക്സിങ് ഇവിടെ തീർന്നു. അപ്പൊ ഒരു ടാറ്റ പറ. ടാറ്റ പറ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ടാറ്റ ബൈ ബൈ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, പോവാ. ടാറ്റ. ശരി, ഒരു ഫ്ലൈങ് കിസ് ഓടും പറ. അപ്പോ ഓട്. ഇനി അവൾ ഇവിടെ കിടന്നിട്ട് വരാം എല്ലാം പിടിച്ച് പറിച്ച്. അപ്പോൾ ഇത്രയും ഗിഫ്റ്റുകൾ കിട്ടി. ഗിഫ്റ്റ് തന്നവർക്കൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്.